ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെ മന്ത്രി വി.എൻ. വാസവന്റെ പ്രതികരണം ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഭംഗിയായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം സംശയാസ്പദമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് വിശ്വാസ്യത നഷ്ടപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് എന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെന്നും മന്ത്രിയിലേക്കോ തന്ത്രിയിലേക്കോ എവിടേക്കുമാകട്ടെ അന്വേഷണം പോകട്ടെ എന്നും വി.എൻ. വാസവൻ പറഞ്ഞു. വിവരങ്ങൾ നൽകുന്നു MS. ഇപ്പോൾ നിലവിൽ വി.എൻ. വാസവന്റെ പ്രസ്താവന വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ളതാണ്. കാരണം ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് അന്വേഷണം ഏത് നിലയിലും ചിലപ്പോൾ ഈ മന്ത്രിയിലേക്കും വരെ എത്തിയേക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് നമുക്കറിയാം. മണിക്കൂറുകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വി. മുരളീധരൻ അടക്കം പ്രതികരിച്ചിരുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മാത്രം അന്വേഷണം എത്തിയാൽ പോരാ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടപടികൾ കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, അത് വി.എൻ. വാസവനിലേക്ക്, നിലവിലെ ദേവസ്വം മന്ത്രിയിലേക്കും ഒക്കെ എത്തണമെന്നുള്ളതാണ് കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന എന്നുള്ളത് വലിയൊരു ആരോപണം തന്നെയാണ്. ആ ആരോപണം നടത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് വി.എൻ. വാസവൻ ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വരുന്നതാണ് ഏറെ ശ്രദ്ധേയകരം. കാരണം ED ഇപ്പോൾ നിലവിൽ 3 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിൽ EDയുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. അപ്പോൾ ED അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ED അത്രത്തോളം വിശ്വാസ്യതയുള്ള ഒരു ഏജൻസി അല്ല എന്നുള്ള ഒരു ആരോപണമാണ് നിലവിലെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പ്രസ്താവിക്കുന്നത്, അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് അത്തരത്തിലാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തുമാത്രം സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു, പ്രതികൾ എത്രത്തോളം സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി, അത് എത്രത്തോളം ഗുരുതരമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് 21 ഇടങ്ങളിലായി, 3 സംസ്ഥാനങ്ങളിലെ 21 ഇടങ്ങളിലായി ഈ കേസിലെ പ്രതികളുടെയൊക്കെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ, അതായത് ഈ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിലും ബംഗളൂരുവിലെ ജ്വല്ലറിയിലും ഒക്കെ തന്നെ ED പരിശോധന പുരോഗമിക്കുന്നു. പല കണ്ടെത്തലുകളിലേക്കുമൊക്കെ ED എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന അനുമാനം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ EDക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം വി.എൻ. വാസവൻ നടത്തുന്നു എന്നുള്ളത് തന്നെ ശ്രദ്ധേയമാണ്. ഇനി ഇതിനെതിരെ കോൺഗ്രസിന്റെ പ്രതികരണം എത്തരത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം കോൺഗ്രസ് നേരത്തെ തന്നെ പറയുന്ന ആരോപണം എന്ന് പറയുന്നതും വി.എൻ. വാസവനെ പ്രതിക്കൂട്ടിൽ നിർത്തണം എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം പത്മകുമാർ മൊഴി നൽകിയ, അല്ലെങ്കിൽ പത്മകുമാറിന്റെ മൊഴിയും കോൺഗ്രസ് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ കേസിലെ ED അന്വേഷണത്തെക്കുറിച്ചുള്ള ആരോപണം എന്നുള്ളത്, അല്ലെങ്കിൽ വി.എൻ. വാസവനെതിരായ ആരോപണം എന്നുള്ളത്. കാരണം ദേവസ്വം മന്ത്രിക്ക് ഫയൽ കൈമാറി എന്നുള്ള ഒരു മൊഴി പത്മകുമാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ അതിലെ സാമ്പത്തിക ക്രമക്കേടുകളും അതോടൊപ്പം എത്രത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ മറ്റ് മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ആൾക്കാർക്കും പങ്കുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുമെന്നുള്ളതാണ് കോൺഗ്രസ് ആരോപണം. നിലവിൽ വി.എൻ. വാസവൻ പറയുന്നത് SIT അന്വേഷണം ഭംഗിയായി പുരോഗമിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ED അന്വേഷണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട് എന്നുള്ള തരത്തിലാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം വിവേചനപരമായ ചില നടപടികളും സമീപനങ്ങളും ഒക്കെയാണ് ED സ്വീകരിച്ചു വരുന്നത്. ഇക്കാര്യത്തിലും അങ്ങനെയൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. EDയുടെ നിലവിലെ അന്വേഷണം സംശയകരമാണ്. SIT അന്വേഷണം ഭംഗിയായി പുരോഗമിക്കുമ്പോഴാണ് ED ഇപ്പോൾ അന്വേഷണവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയമാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയെ ശ്രദ്ധേയമാക്കുന്നത്. നിലവിൽ ഇപ്പോഴും ED പരിശോധന 3 സംസ്ഥാനങ്ങളിലായി 21 പ്രതികളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും അടക്കം തുടരുന്നുണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ്. MS. ശരി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം സംശയാസ്പദമാണ് എന്ന് മന്ത്രി വി.എൻ. വാസവൻ സൂചിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് പ്രസാദ് കാളിദാസൻ നൽകിയത്.